Have you ever met a more handsome political personality than you in India? താങ്കളെക്കാൾ സുന്ദരനായ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യയിൽ കാണാൻ കഴിയും. കുറേയുണ്ട്. നിങ്ങൾ പാർലമെന്റിൽ വന്ന് കണ്ടോളൂ. നല്ല സുന്ദരമുള്ള ആൾക്കാരും സ്ത്രീകളും എല്ലാവരും ഉണ്ട് രാഷ്ട്രീയത്തിൽ. But to be honest, you are the most handsome male political personality I have seen. I have met personally. നിങ്ങൾ പാർലമെന്റിൽ വന്നിട്ടില്ല, അതാണ് സത്യം. പല ബോളിവുഡ് സ്റ്റാർസും ബംഗാളി സിനിമ സ്റ്റാർസും തമിഴ് സിനിമ സ്റ്റാർസും നമ്മുടെ പാർലമെന്റിലുണ്ട്. സർ, അവരെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയും. അതിലും എൻ്റെ അഭിപ്രായം, ഐ ഹാവ് നെവർ സീൻ എനി ഫിലിം സ്റ്റാർ ഹു ഇസ് മോർ ഗ്ലാമറസ് ദാൻ യു. അയ്യോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സർ, 3 സെഗ്മെന്റിലായാണ് ഈ ഗെയിം പോകുന്നത്. ആദ്യത്തെ സെഗ്മെന്റ് 4 ചോദ്യങ്ങളാണ്. 1000 rupees, 2000 rupees, 5000 rupees, 10,000 rupees. ആ 4 ചോദ്യങ്ങൾ അടങ്ങുന്ന മേഖലയ്ക്ക് ഒരു പേരുണ്ട്. ഇതൊരു യുദ്ധമാണ്, രണാങ്കണം, യുദ്ധക്കളമെന്നാണ്. പക്ഷേ ഇതൊരു അറിവിൻ്റെ യുദ്ധമാണ്. ലോകത്തിലുള്ള മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്ന അറിവിൻ്റെ ഈ മഹായുദ്ധത്തിൽ മറ്റു യുദ്ധങ്ങളിലെ പോലെ ആരംഭിക്കുന്ന ആദ്യ സെഗ്മെന്റിന്റെ പേര് അതുതന്നെയാണ്. ആ നിനാദത്തിലൂടെയാണ് ശംഖൊലി. സോ ശംഖൊലിയിൽ ആദ്യം 1000 രൂപ സമ്മാനം. അതിന് എന്ത് ടോപ്പിക്കാണ് സാർ അങ്ങ് തിരഞ്ഞെടുക്കുന്നത്? ചെറിയൊരു സമ്മാനമാകാനും ചെറിയ കുട്ടികളുടെ സാഹിത്യത്തെ കുറിച്ച് ചോദിക്കാനുണ്ടോ? കുട്ടികളുടെ സാഹിത്യം. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് 236 ദിവസങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു ബാലൻ 11ാമത്തെ വയസ്സിൽ ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ സീരിയലൈസ് ചെയ്യപ്പെട്ട ഒരു സാഹസിക ബാല സാഹിത്യ കൃതിയുടെ പേര് ഓപ്പറേഷൻ ബെല്ലോ എന്നാണ്. ആ ബാലന്റെ പേര് പറയാം. അത് എന്റെ പേരാണ്, ശശി തരൂർ. ശരിയാണ്, ശശി തരൂർ. അദ്ദേഹം പറഞ്ഞത് ശരിയായ ഉത്തരമാണ്. സോറി സർ, ഞാൻ ഈ നിയമം തെറ്റിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പേര് പറയാമോ എന്നല്ല, പേര് ശശി തരൂർ എന്നാണ് ഞാൻ പറയേണ്ടിയിരുന്നത്. അത് ശരി. എന്നാൽ അതിന് 1000 രൂപ ഞാൻ എടുക്കുന്നത് തെറ്റാണ്. 6ാമത്തെ വയസ്സിലാണ് ശ്രീ ശശി തരൂർ ആദ്യമായി അദ്ദേഹത്തിന്റെ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നത്. ഭാരത ജ്യോതി എന്ന ബോംബെ ബേസ്ഡായ പ്രസിദ്ധീകരണ സ്ഥാപനത്തിലാണ് 6ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. 11ാമത്തെ വയസ്സിലാണ് ഓപ്പറേഷൻ ബെല്ലോ എന്ന അഡ്വഞ്ചർ സീരീസ് ഓൺ ദ ബേസിസ് ഓഫ് വേൾഡ് വാർ അദ്ദേഹം എഴുതുന്നത്. ചിറ്റിലഞ്ചേരി കുടുംബത്തിൽ നിന്നും ഈ ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് ഉയർന്ന ശ്രീ ശശി തരൂർ, അങ്ങയോടുള്ള എൻ്റെ 2ാമത്തെ ചോദ്യം വാചകം ഏത് വിഷയത്തെ ആസ്പദമാക്കിയാകണം? നമ്മുടെ വേൾഡ് പോളിറ്റിക്സ് എടുക്കുക, ഇന്റർനാഷണൽ പോളിറ്റിക്സ്, അന്തർദേശീയ പോളിറ്റിക്സ്. സർ, ഈ അങ്ങനെയുള്ള വാചകം, സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ജേക്കബ് സുമ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഭരണാധികാരിയാണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. ജേക്കബ് സുമ ദക്ഷിണാഫ്രിക്കയുടെ ഭരണാധികാരിയാണ്. താംബോ എംബക്കിക്ക് ശേഷം ഇപ്പോൾ ജേക്കബ് സുമ ദക്ഷിണാഫ്രിക്കൻ പ്രീമിയറാണ്. ശരിയായ ഉത്തരം. സർ, ദ തേർഡ് വൺ. ക്രിക്കറ്റിനെ കുറിച്ച് ആൾക്കറിയോ? ക്രിക്കറ്റ്. ഓക്കെ. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി റൺസ് എടുത്ത ബാറ്റ്സ്മാന്റെ പേര് ചാൾസ് ബാനർമാൻ എന്നാണ്. ദ ഫസ്റ്റ് പേഴ്സൺ ടു സ്കോർ എ റൺ ഇൻ ദ ഇന്റർനാഷണൽ ഹിസ്റ്ററി ഓഫ് ക്രിക്കറ്റ്. ചാൾസ് ബാനർമാൻ. ഓസ്ട്രേലിയയിലെ ചാൾസ് ബാനർമാൻ 165 നോട്ട് ഔട്ട് ആണ് ഫസ്റ്റ് സെഞ്ചുറി. യെസ് സർ. ഫസ്റ്റ് റൺ ഓൾസോ ഹി ഹാസ് ഓപ്പൺഡ്. ചാൾസ് ബാനർമാൻ അദ്ദേഹം റൺസ് എടുത്തു എന്ന് മാത്രമല്ല 165 നോട്ട് ഔട്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സെഞ്ചുറി. ഈ സെഗ്മെന്റിലെ 4ാമത്തെ ചോദ്യം, ഓരോ സെഗ്മെന്റിലെയും അവസാനത്തെ ചോദ്യം എൻ്റെ പ്രയോറിറ്റിയാണ് സർ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈ സെഗ്മെന്റിൽ ഉള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ. സർ, ഓക്കെ ഫൈൻ, ലെറ്റ് ഇറ്റ് ബി. ട്വിറ്റർ. സർ, താങ്കളുടെ പ്രയോറിറ്റിയാണ് ട്വിറ്റർ? പ്രയോറിറ്റി. യെസ്, ഐ ലവ് ട്വിറ്റർ. ഓക്കെ. ട്വിറ്ററിന്റെ ആവിഷ്കർത്താവ് ജാക്ക് ഡോർസെയാണ്. ട്വിറ്റർ ആരംഭിച്ചത് ജാക്ക് ഡോർസെയാണ്. ട്വിറ്ററിന്റെ ദ ഫസ്റ്റ് മാൻ ടു ഇനിഷ്യേറ്റ്. ജാക്ക് ഡോർസി അല്ലേ? സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ. ജാക്ക് ഡോർസെ അങ്ങനെയുള്ള പേരാണ്. അതെ, സത്യമാണ്. പക്ഷെ അത് ശരിക്കും അതിന്റെ സ്പെല്ലിംഗ് എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അങ്ങനെയായിരിക്കും. ശരി. യെസ്, ട്രൂ. യെസ് ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം ബാബലമാൻഡർ ആണ്. ദ ഗേറ്റ് വേ ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം ബാബലമാൻഡർ ആണ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്?
അതെ, ഇറ്റ്സ് ട്രൂ. അതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. ബാബൽ മന്ദബിലാണ് ഈ അവിടുത്തെ സുൽത്താൻ സ്ഥലം വിട്ട് പോകുമ്പോൾ ലാസ്റ്റ് തിരിഞ്ഞ് സ്ഥലം കണ്ടിട്ട് കരഞ്ഞത്. അതുകൊണ്ടാണ് ഗേറ്റ് വേ ഓഫ് ടീയേഴ്സ് എന്ന പേര്. കറക്റ്റ്. കണ്ണുനീരിന്റെ കവാടം എന്ന സ്ഥലം അറിയപ്പെടാൻ, ബാബൽ മാൻഡബ് അറിയപ്പെടാനുള്ള കാരണം അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ അവിടെ നിന്ന് പിന്നോക്കം യാത്ര ചെയ്യുമ്പോൾ അവസാന നിമിഷത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ ഹൃദയവും സ്വപ്നങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ നിന്നും ഞാനിതാ പുറത്തേക്കിറങ്ങുന്നു എന്ന മനസ്സോടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് നടന്നു വീണ കണ്ണുനീർ തുള്ളികളാണ് കണ്ണുനീരിൻ്റെ കവാടം എന്ന് ബാബൽ മാൻഡബിന് പേര് വരാനുള്ള കാരണമായത്. വണ്ടർഫുൾ ആൻസർ. രണാങ്കണത്തിലെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന രീതിയിലല്ല. ഐ എം എ പേഴ്സൺ റിസൈഡിംഗ് ഇൻ ദ വെരി ഹാർട്ട് ഓഫ് ട്രിവാൻഡ്രം സിറ്റി. തിരുവനന്തപുരത്തിലെ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ സർ, വി ദ ട്രിവാൻഡ്രൈറ്റ്സ് ആർ അബ്സല്യൂട്ട്ലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ആൻഡ് 50,000 രൂപയ്ക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സർ. ഇതിഹാസം, ഹിസ്റ്ററി. യു മീൻ എപ്പിക്സ് ഓർ ഹിസ്റ്ററി? ചരിത്രം. സോറി, അല്ല, ചരിത്രമാണല്ലോ ശരിക്കും. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഈസ് ചരിത്രം. ശരി, ഇന്ത്യൻ ഹിസ്റ്ററി ഓർ വേൾഡ് ഹിസ്റ്ററി സർ? എന്തായാലും ഒന്ന് ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുക, വേറെ വേൾഡ് ഹിസ്റ്ററി. Now we'll go for Indian history. ഇന്ത്യൻ ഹിസ്റ്ററി. The first Afghan to make a dynasty in India is Bahlul Lodi. The first Afghan origin to come to make a dynasty in India was Bahlul Lodi. True or false, sir? അതെ, ഇബ്രാഹിം ഷാ ലോധിൻ്റെ അൻസെസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡൈനസ്റ്റി കഴിഞ്ഞ ശേഷമാണ് ബാബർ വന്നിട്ട് ഇബ്രാഹിം ഷാ ലോധിയെ പാനിപ്പത്തിൽ പരാജയപ്പെട്ടിട്ട്. So answer is, my statement is true. Correct, true. ബഹ്ലൂൽ ലോധിക്ക് ശേഷം ബഹ്ലൂൽ ലോധിയാണ്, ലോധി വംശസ്ഥാപകനായ ബഹ്ലൂൽ ലോധിയാണ് അഫ്ഗാൻ വംശജനായി വന്ന് ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ഥാപനം, ദ ഫസ്റ്റ് അഫ്ഗാൻ ടു സ്റ്റാർട്ട് എ ഡിനാസ്റ്റി. അദ്ദേഹത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ശ്രീ ശശി തരൂർ പറഞ്ഞതുപോലെ 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ വംശം സ്ഥാപിക്കുന്നതും പിന്നീട് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ഫറൂഖ് സിയാർ, ജഹന്തർ ഷാ മുതൽ തുടങ്ങി ബഹദൂർ ഷാ സഫർ വരെ എത്തി നിൽക്കുന്ന മുഗൾ സാമ്രാജ്യ ചരിത്രവും നിൽക്കുന്നത്. ദാറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. താങ്കൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലോ, നല്ലപോലെ അറിയുമല്ലോ. 1,00,000 രൂപയ്ക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ഫ്രാങ്ക് ഫെർഡിനാൻഡിനെ വെടിവെച്ച് കൊന്നത് ഗാവ്രിയാലോ പ്രിൻസഫ് ആണ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ഫ്രാൻസ് ഫെർഡിനാൻഡ് ആണ് ശരിക്കുള്ള പേര്. അദ്ദേഹം ഓസ്ട്രിയൻ എംപയറിന്റെ ആർച്ച്ഡ്യൂക്ക് ആയിരുന്നു. 1914 ഗാവ്രിയാലോ പ്രിൻസപ്പ് ആണ് ഒരു സെർബിയൻ നാഷണലിസ്റ്റ് സാരയോവോ ടൗണിൽ വെടിവെച്ച് കൊന്നു. അദ്ദേഹത്തിന്റെ ഫുട് സ്റ്റെപ്പിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഒപ്പം സോഫി, അതൊരു എനിക്കൊരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ആ ചരിത്രം എനിക്ക് നല്ലപോലെ അറിയാം. അതിൽ വളരെ നിരപരാധിയായ ഭാര്യ, ഇന്നസെന്റായ വൈഫ്, ഫെർഡിനാൻഡിന്റെ വൈഫും സോഫിയ, ഷീ വാസ് ഓൾസോ കിൽഡ്. അത് മാത്രമല്ല, ഗാവ്രിയാലോ പ്രിൻസിപ്പ് ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി പോയിട്ട് തെറ്റി സ്ഥലത്ത് പോയി നിന്നു. പക്ഷേ ഡ്രൈവർ ട്രാഫിക് ഡീവിയേറ്റഡ്. ശരിയായ ഉത്തരമാണ് സർ താങ്കൾ പറഞ്ഞത്. So rupees 1 lakh is over. Now we are going for the ultimate danger zone. This danger zone-ൽ ഈ പാർട്ടിസിപ്പന്റിന് പ്രയോറിറ്റി ഇല്ല. എനിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെക്കുറിച്ച് 3 ചോദ്യം ചോദിക്കാം എന്നുള്ളത്. അതാണ് ഡേഞ്ചർ സോൺ. ആൻഡ് ദിസ് ഈസ് 2 lakhs, 5 lakhs and 10 lakhs. ആൻഡ് ഈ റൗണ്ടിൽ നമ്മൾ പാർട്ടിസിപ്പൻസിന് കൊടുക്കുന്ന നിയമം, wherever he makes a wrong answer, that will be the end of his game എന്നുള്ളതാണ്. പോവാം സർ. എൻജോയ് ദ പാറ്റേൺ ഓഫ് ദിസ്. ഒരു പുതിയ ശ്രമമാണ് സർ, വായനയെ വളർത്താനുള്ള ഒരു പുതിയ ശ്രമമാണ് ജയ്ഹിന്ദ് ടിവിയുടേത്. ന്യൂ അറ്റംപ്റ്റ്. താങ്കളുടെ അറിവ് പോലെ നമ്മുടെ വ്യൂവേഴ്സും അറിവ് തന്നാൽ നന്നായിരിക്കും. അത്രേ പറയാൻ. സോ വി വിൽ ഗോ ഫോർ ദ അൾട്ടിമേറ്റ് റൗണ്ട്. ഈ മൂന്നാമത്തെ റൗണ്ട് നമ്മുടെ ഇതിഹാസവുമായി, മഹാഭാരതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാമെന്നുടെ താതനയോർക്ക നീ, പിന്നെ പിതാവുതൻ അഗ്രജൻ മാരുതി, സന്നദ്ധനായ ഘടോൽക്കജൻ ഭ്രാതാവും എന്ന് പറഞ്ഞുകൊണ്ട് അഭിമന്യു ചെന്ന് ചാടിയത് പത്മവ്യൂഹത്തിലേക്കാണ്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കാനുള്ള മാർഗമറിയാമെങ്കിലും പുറത്തേക്ക് വരാൻ കഴിയാതെ പോയി അഭിമന്യുവിന് പത്മവ്യൂഹത്തിൽ നിന്ന്. ഇതിൽ 3 ഇതളുകളുള്ള ഒരു താമരയാണ്, 3 ചോദ്യങ്ങളുടെ ദളങ്ങളുള്ള താമര. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് അനായാസമായി ഇറങ്ങാനും കേരള രാഷ്ട്രീയത്തിലെ ഈ അഭിമന്യുവിന് കഴിയും എന്ന വിശ്വാസത്തോടെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അടുത്ത സെഗ്മെന്റിലേക്ക്. പത്മവ്യൂഹം. സർ,
2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള താങ്കളോടുള്ള ചോദ്യം. ഔഗാദൌഗു തലസ്ഥാനമായുള്ള രാജ്യത്തിന്റെ പഴയ പേര് അപ്പർ വോൾട്ട എന്നായിരുന്നു. Is it true or false? Correct pronunciation വാഗദുഗു ആണ്. പുതിയത്തെ പേര് ബുർക്കീന ഫാസോ. പഴയ പേര് അപ്പർ വോൾട്ട ആണ് ഫ്രഞ്ചിൽ. സർ ഔഗാദൌഗു എന്നല്ല പറയേണ്ടത്, വാഗദുഗു. ഔ വേണ്ട. ഓ യു എന്ന് എഴുതുന്നത് ഫ്രഞ്ച് ഭാഷയിലെ വാ ശബ്ദമാണ്. അപ്പൊ ഓ യു എ വാഗാദുഗു. പക്ഷേ ഇൻഫാക്ട് നമ്മൾ വായിക്കുമ്പോൾ ഓ യു ആവുമ്പോൾ ഔ, അത് തെറ്റ. പക്ഷേ അവരുടെ ഭാഷയിൽ വായിക്കുന്നത്, അവരുടെ ഫ്രഞ്ചിലാവുമ്പോൾ വാഗദുഗു. Thank you, sir. Thank you for a great piece of information. And I will not repeat this mistake again. അല്ലല്ല, ഞാൻ അവരുടെ വിദേശകാര്യമന്ത്രി ഡൽഹി ക്ഷണിച്ചിട്ടും കൂടിയുണ്ട്. അവിടെ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാഗദുഗു പോയാൽ താങ്കൾ ഒരു പോസ്റ്റ് കാർഡ് അയച്ചുതരാം അവിടെ. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. സോ അപ്പർ വോൾട്ടയുടെ പുതിയ പേര് ബർക്കിനോ ഫാസോ എന്നാണ്. ബർക്കിനോ ഫാസോയുടെ പഴയ പേര് അപ്പർ വോൾട്ട എന്നാണ്. വളരെ പെർഫെക്റ്റ് ആയി അദ്ദേഹം ഉത്തരം കണ്ടെത്തി. My next statement. The importance of the book Gatsby is because of it has a number of words, but no word contains the English letter A. That's not false. That's false ആണ്. The Great Gatsby is a book with all the letters in it. ഈ താങ്കൾ പറയുന്നത് വേറൊരു പുസ്തകമാണ്. ഒരു ഫ്രഞ്ച് എഴുത്തുകാരൻ എഴുതിയതാണ്. ഒരു അക്ഷരം ഉപയോഗിക്കാണ്ട് അത് എ ആണോ ഇ ആണോ എനിക്ക് ഓർമ്മയില്ല. ഇ ആണ്. അതിന്റെ പേര് ഗാറ്റ്സ്ബൈ എന്ന് തന്നെയാണ് അതിനും അയാൾ പേര് കൊടുത്തത്. മിസ്റ്റർ റൈറ്റ് ആണ് അത് എഴുതിയത് സർ. ഇറ്റ്സ് റിട്ടൺ ബൈ ഗാറ്റ്സ്ബൈ. ഇറ്റ്സ് ഗാറ്റ്സ്ബൈ ഓൺലി. അതെയോ? അതെ, ഇതിന്റെയും പേര് ഗാറ്റ്സ്ബൈ എന്ന് തന്നെ. പക്ഷെ അതിൽ എ അല്ല ഇ ആണ് ഒഴിവാക്കിയിരിക്കുന്നത്. ആൻഡ് യുവർ ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. മോഡൽ ഓഫ് അവർ ജനറേഷൻ. അവർ താങ്കളെ കണ്ട് വളരണം. അവർ താങ്കളെ പോലെ ആകാൻ അവർ ഓരോരുത്തരും ആഗ്രഹിക്കണം എന്നുള്ളതാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, എക്സാമ്പിൾ ഈസ് നോട്ട് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്, ഇറ്റ് ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്. ഇത് പറഞ്ഞത് നോബൽ ലോറിയേറ്റായ ഒരു ജർമ്മൻ ഡോക്ടറാണ്. ട്രൂ ഓർ ഫോൾസ്? നോബൽ ലോറിയേറ്റ് ആയിട്ട് ഒരു ജർമ്മൻ ഡോക്ടർ അല്ലേ? അപ്പൊ ഏത് നോബൽ കിട്ടിയെന്ന് പറയാൻ പാടോ? പീസ് ആണോ, ലിറ്ററേച്ചർ ആണോ, ഫിലോസഫി, എന്തിന്റെ നോബൽ കിട്ടിയതാണ്? ശാസ്ത്രത്തിലല്ല. അല്ലേ? ഇത് ഞാനൊരു ചെറിയൊരു റിസ്ക് എടുക്കുകയാണ്. ഇവിടെ നിർത്താൻ അധികാരമില്ല. എന്നാണ്. ശരി, ഐ വിൽ സേ ട്രൂ. ഞാൻ താങ്കളോട് കള്ളം പറയില്ല എന്ന വിശ്വാസത്തിലാണല്ലേ സർ? അതെ. അല്ല, ഓൾസോ ഇറ്റ്സ് എ ഗുഡ് കോട്ട്. ആ കോട്ട് പിന്നെ താങ്കൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു, അല്ലെങ്കിൽ അതൊരു കോട്ട് ശരിയായിരിക്കണം. അപ്പൊ ട്രൂ പറയുന്നു. ഇത് ഞാൻ മേക്കപ്പ് ചെയ്ത കോട്ടല്ല. ജർമ്മൻ ഡോക്ടർ. പ്രേക്ഷകർ എന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിയാകുമോ? വാട്ട് ഡു യു ഫീൽ? ശരിയാകും. നിങ്ങൾ ആൽബർട്ട് ഷ്വൈറ്റ്സറിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് വഴക്ക് പറയാനുണ്ട്. അദ്ദേഹം ഫ്രഞ്ച് സിറ്റിസൺ ആയിരുന്നു, ജർമ്മൻ സിറ്റിസൺ ആയിരുന്നില്ല. ജർമ്മൻ പേരാണെങ്കിലും ആൽബർട്ട് ഷ്വൈറ്റ്സറിനെ കുറിച്ചായിരുന്നു താങ്കളുടെ മനസ്സിൽ. മൈ സ്റ്റേറ്റ്മെന്റ് വാസ് നോട്ട് എ ജർമ്മൻ സിറ്റിസൺ സർ, ജർമ്മൻ ഡോക്ടർ. അതെ, ഡോക്ടർ ആൽബർട്ട് ഷ്വൈറ്റ്സർ ഉണ്ടായിരുന്നല്ലോ. He had his medical practice and as he was a doctor of Germany. He's a German doctor with a French citizenship. അത് ശരി. ഞാൻ അതുകൊണ്ട് സാറിന്റെ അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ സംശയം വന്നത്. ഞാൻ ആദ്യം ഷ്വൈറ്റ്സറാണ് വിചാരിച്ചു. ഷ്വൈറ്റ്സർ ജർമ്മൻ സിറ്റിസൺ അല്ലല്ലോ എന്ന് സ്റ്റേറ്റ്മെന്റ് വാസ് ട്രൂ. ട്രൂ, കറക്റ്റ്. സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ ഫ്രഞ്ച് പൗരനായ ജർമ്മൻ ഡോക്ടർ ഷ്വൈറ്റ്സർ, ദ വൺ ആൻഡ് ഓൺലി ഷ്വൈറ്റ്സർ ആണ്. ഉദാഹരണങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമല്ല, ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പ്രസ്താവിച്ചത്. 62ാമത്തെ നൊബേൽ പീസ് പ്രൈസ്. യെസ് സർ, എക്സാക്ട്ലി. ഹെലൻ കെല്ലർ ആൻസൽ ലിവൻ എന്ന അവരുടെ ടീച്ചറിനെ കുറിച്ച് ഇത് സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് പറഞ്ഞു. വിത്തൗട്ട് ദ എക്സാമ്പിൾ ഓഫ് മൈ ടീച്ചർ ഇൻ മൈ ലൈഫ് I couldn't have done anything for the society എന്ന്. ഉദാഹരണങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കേണ്ടതാണ്. ഈ ചോദ്യം ഈ ദിവസത്തെ അവസാനത്തെ ചോദ്യമാക്കിയതിന് പിന്നിൽ മറ്റൊന്നു കൂടിയുണ്ട്. വ്യക്തിപരമായും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും കഴിഞ്ഞ 10 വർഷമായി മലയാളിയുടെ വിജ്ഞാന മേഖലയിൽ ഇടപഴകുന്ന ഒരാളെന്നുള്ള നിലയിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, ഇളയ തലമുറയോട് പറയുന്നു, there is a very good example for you, a great example for each and every Indian.
ആൻഡ് ദാറ്റ് എക്സാമ്പിൾ ഷുഡ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ ഇൻഫ്ലുവൻസിങ് യു. നിങ്ങളെ സ്വാധീനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ഉദാഹരണമുണ്ട് നിങ്ങളുടെ മുന്നിൽ. ആ ഉദാഹരണം ജീവിക്കുന്ന സുന്ദര രൂപമായി ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഈ നഗരത്തിൻ്റെ പാർലമെന്റ് അംഗമാണ്